പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ ചില നിയോഗ പദ്ധതികൾ ഈ ഭൂമിയെ പൂർത്തിയാക്കുവാൻ അവിടെ നമ്മളെ വിളിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലുമുണ്ടോ? വി ഓൾ വാണ്ട് ടു ബി യൂസ്ഡ് ബൈ ഗോഡ്. ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തെ പ്രചോദിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമാകുമായിരുന്നു. എന്നാൽ ഇനി അതിനുള്ള സാധ്യതയില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റെടുക്കാനുള്ള കഴിവോ കരുത്തോ യോഗ്യതയോ തീരെയില്ല. ആകയാൽ ഈ ജീവിതം പാഴാണെന്ന നിരാശയിൽ കഴിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള വചനമാണിന്ന്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായി ഇസ്രയേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഹോറേബ് മലയിലെ കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ അഗ്നിയെ സാക്ഷി നിർത്തി ദൈവം മോശയോട് പറഞ്ഞതാണിത്. അപ്പോൾ മോശയ്ക്ക് 80 വയസ്സാണ്. അവൻ ആദ്യത്തെ 40 വർഷത്തോളം ഈജിപ്തിലായിരുന്നു. പിന്നുള്ള 40 വർഷം മരുഭൂമിയിൽ. ഈജിപ്തിൽ അവൻ അധികാരത്തിന് മഹിമയിൽ സുഖസമൃദ്ധിയുടെ നടുവിൽ വിരാജിച്ചു. തുടർന്നുള്ള 40 വർഷങ്ങൾ ഇല്ലായ്മയിലും കഷ്ടനഷ്ടങ്ങളും പോരാടി ജീവിച്ചു. ഇപ്പോൾ വാർദ്ധക്യത്തിൽ നിറവിലായിരിക്കുന്നു. ജീവിതം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള ആവേശമില്ല. സ്വസ്ഥമായൊരു സുഖമരണം, അതിനപ്പുറം വലിയ മോഹങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ അവസ്ഥ ഇതിനേക്കാൾ ശോചനീയമായിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രായത്തിൽ എത്തുമോ എന്ന് തന്നെ സംശയമാണ്. ക്യാൻസർ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻറ്റ് ഇതിനെയൊക്കെ നേരിട്ട് എങ്ങനെയാണ് ഒരാൾ 80 വയസ്സിൽ എത്തിച്ചേരുക? ഏറെക്കുറെ തൻ്റെ ജീവിത ഓട്ടം പൂർത്തിയായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവം മറ്റൊരു കുതിച്ചു ഓട്ടത്തിന് വേണ്ടിയുള്ള ബാറ്റൺ മോശയുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇനിയും അവന് 40 വർഷത്തോളം മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അത് അവൻ ജീവിച്ച 80 വർഷത്തേക്കാൾ മഹത്തരവും സാഹസികവുമായിരുന്നു. മോശയെക്കുറിച്ച് നാം വിസ്മയത്തോട് ഓർക്കുന്നതൊക്കെ സംഭവിച്ചത് ആ കാലയളവിലാണ്. എല്ലാവരും കിതച്ച് വേഗത കുറയ്ക്കുന്ന സമയത്ത് മോശ ആവേശത്തോടെ കുതിച്ചോടുകയാണ് ദൈവത്തിന് വേണ്ടി. പുറപ്പാട് പുസ്തകത്തിൽ തുടർന്ന് വായിക്കുന്നതൊക്കെ അതിൻ്റെ സാക്ഷ്യപത്രമാണ്. ദൈവം ഇനിയും ചിലരെ അന്വേഷിക്കുന്നുണ്ടെന്നേ. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, എനിക്കതിനുള്ള കഴിവോ യോഗ്യതയോ ഇല്ല എന്ന് വിചാരിച്ച് പിന്മാറാൻ വരട്ടെ. ഒരുങ്ങി തയ്യാറായി നിൽക്കുക. അവിടുന്ന് വിളിക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് സമ്മതമരുളുക. അവൻ കൽപ്പിക്കുന്ന വഴികളിലൂടെ മുന്നോട്ട് പോവുക. എങ്കിൽ ഇത്ര നാൾ നീ ജീവിച്ച് തെളിയിക്കാൻ ശ്രമിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും ഇനിയുള്ള നിൻ്റെ ജീവിതം. ആമേൻ.